NABH 5th chapter 6th standard 3rd objective element. It is a commitment objective element. Surveillance is directed towards the identified high risk activities. സർവൈലൻസ് നമ്മുടെ ഹൈ റിസ്ക് ആക്ടിവിറ്റീസിലേക്ക് കൃത്യമായി ഫോക്കസ്ഡ് ആയിരിക്കണം. നമ്മൾ കൃത്യമായും എവിഡൻസ് ഓഫ് കണ്ടക്ഷൻ ഓഫ് പീരിയോഡിക് സർവൈലൻസ് അത് ഹൈ റിസ്ക് ആക്ടിവിറ്റീസുമായിട്ട് ബന്ധപ്പെട്ട് ആ ഹൈ റിസ്ക് ഏരിയാസിൽ നടക്കുന്നുണ്ട് എന്ന് നമ്മുടെ ഹോസ്പിറ്റൽ ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ നമ്മളുടെ ഹോസ്പിറ്റലിനകത്ത് നടക്കുന്ന ഈ സർവൈലൻസ് പ്രോഗ്രാമിൻ്റെ ഡേറ്റ കളക്ഷൻ്റെ ഫ്രീക്വൻസി അല്ലെങ്കിൽ അതിൻ്റെ ഒരു മോഡ് ഓഫ് സർവൈലൻസ് കൃത്യമായിട്ടും പ്രീ ഡിഫൈൻഡ് ആയിരിക്കണം. ആ പ്രീ ഡിഫൈൻഡ് മോഡ് ഓഫ് ആക്ടിവിറ്റീസ് അല്ലെ ഫ്രീക്വൻസിയിലായിരിക്കണം നമ്മുടെ സർവൈലൻസ് നടക്കേണ്ടത്. അതുപോലെ തന്നെ നാഷണൽ ഇൻ്റർനാഷണൽ ഗൈഡ് ലൈൻസ് ഉണ്ട്. ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോളുമായിട്ട് ബന്ധപ്പെട്ട ഡേറ്റ കളക്ഷന് ഒരുപാട് ഗൈഡ് ലൈൻസ് നമുക്ക് അവൈലബിൾ ആണ്. ആ ഗൈഡ് ലൈൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കണം നമ്മളുടെ ഈ ഒരു സർവൈലൻസ് ഡേറ്റ കളക്ഷൻ നടക്കേണ്ടത്. അതേപോലെ തന്നെ നമ്മളുടെ ഡിമോളിഷിങ് നടക്കുന്ന സമയത്ത്, കൺസ്ട്രക്ഷൻ നടക്കുന്ന സമയത്ത്, മെയിൻ്റനൻസ് നടക്കുന്ന സമയത്ത്, റിപ്പയർ ഒക്കെ നടക്കുന്ന സമയത്ത് ഏത് രീതിയിൽ ഈ ഒരു സർവൈലൻസ് നടത്തണമെന്നതിന് ഗൈഡ് ലൈൻസ് ഉണ്ട്. അതനുസരിച്ച് സർവൈലൻസ് നടത്തപ്പെടേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു കമ്മിറ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് എലമെൻറ്റിൽ ചിന്തിക്കുന്നത് എന്താണ്? നമ്മൾ കൃത്യമായൊരു പീരിയഡിക് സർവൈലൻസ് എവിഡൻസ് ബേസ്ഡ് ആയിട്ട് നടക്കുന്ന ഹൈ റിസ്ക് ആക്ടിവിറ്റീസ് നടക്കുന്ന ഹൈ റിസ്ക് ഏരിയാസിൽ നിർബന്ധമായിട്ടും നമ്മൾ കൃത്യമായി മുൻ തീരുമാനമെടുത്ത ഫ്രീക്വൻസിയിലും മോഡ് ഓഫ് സർവൈലൻസും ഡിസൈഡഡ് ആയിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് നാഷണൽ ഇൻ്റർനാഷണൽ ഗൈഡ് ലൈൻസിനെ കീപ്പ് ചെയ്യാനായിട്ട് കഴിയണം. നമുക്ക് പഴയ കെട്ടിടങ്ങളെ പൊളിച്ചു മാറ്റുമ്പോഴോ പുതിയ കൺസ്ട്രക്ഷൻസ് നടക്കുമ്പോഴോ റിപ്പയർ നടക്കുമ്പോഴോ നമുക്ക് ഈ ഒരു സർവൈലൻസ് നിർബന്ധമായിട്ട് ആ പീരിയോഡിക് ഫ്രീക്വൻസിയൊക്കെ മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ ഈ സർവൈലൻസ് നടത്തേണ്ടതുണ്ട്. കൺസ്ട്രക്ഷൻ, ഡിമോളിഷിങ്, റിപ്പയർ ഒക്കെ ഒരു സർവൈലൻസ് ഡേറ്റ കളക്ഷനുള്ള ഒരു സ്വിച്ചുകളാണ്. അവിടെ നമുക്ക് കൃത്യമായിട്ടൊരു IPC 6C ഓർക്കാം.